എന്താ അച്ഛാ ഇത്ര രാവിലെ? രാവിലത്തെ ജോലി തിരക്കിനിടയിൽ അച്ഛൻ്റെ കോൾ വന്നപ്പോൾ ഉണ്ടായ നീരസത്തോടു കൂടി തന്നെയാണ് ദിനേശ് അത് ചോദിച്ചത്. ഭാര്യ ഡോക്ടർ ഹേമ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരാത്തതിനാൽ മോളെ സ്കൂളിൽ വിടേണ്ടതും അവൻ്റെ ജോലിയാണ്. മോനെ, നീ അമ്മയെയും കൂട്ടി നാട്ടിലേക്ക് പോകണം. അവിടെ അമ്മയുടെ തറവാട് കാര്യസ്ഥനായിരുന്ന രാമൻ്റെ മകൻ ദിവാകരൻ മരിച്ചു. കുട്ടിക്കാലം മുതൽ അമ്മയും ദിവാകരനും നല്ല സൗഹൃദത്തിലായിരുന്നു. അച്ഛന് വരെ പണിയൊന്നുമില്ലേ? എവിടെയോ കിടക്കുന്ന ആരോ മരിച്ചതിന് നിന്ന് തിരിയാൻ ടൈമില്ലാതെ ഞാൻ അമ്മയെയും കൊണ്ട് അത്രയും ദൂരം പോകാനോ? എനിക്ക് പറ്റില്ല. അവൻ തിരിഞ്ഞ് മകളുടെ മുടി ചീകി കൊടുക്കുന്ന സത്യഭാമയെ നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അങ്ങനെ പറയല്ലേ മോനെ, നീ ഒന്ന് കൊണ്ടുപോയിട്ട് വാ. ഇന്നൊരു ദിവസം ലീവ് എടുത്താൽ മതിയല്ലോ. എനിക്ക് പറ്റില്ല അച്ഛാ. അത്രയും നിർബന്ധമാണെങ്കിൽ പ്രദീപിനോട് പറയേ. അവനും സുജയും പിള്ളേരുടെ എങ്ങോട്ടോ ടൂറ് പോയേക്കുവാ. എങ്കിൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ അച്ഛനച്ഛൻ്റെ കാര്യം നോക്ക്. ദിനേശ് ഫോൺ കട്ട് ചെയ്ത് മകളെയും കൂട്ടി പുറത്തേക്ക് പോയി. അവർ പോയി കഴിഞ്ഞതും സത്യഭാമ സോഫയിലേക്കിരുന്ന് പതിയെ നടുവ് തടവി. രാവിലെ മുതൽ തുടങ്ങിയ ഓട്ടമാണ് കുഞ്ഞിൻ്റെ കൂടെ. തൻ്റെ ആരോഗ്യം സമ്മതിച്ചിട്ടില്ല. മകൻ്റെയും മരുമകളുടെയും കുത്തുവാക്കുകൾ കേൾക്കാൻ വയ്യാഞ്ഞിട്ടാണ്. ഹാ, ഇവിടെ വന്ന് സുഖിച്ചിരിക്കുവാണോ? എഴുന്നേറ്റ് പോയി വീടും മുറ്റവും അടിച്ചു വരാൻ നോക്ക്. എന്നെക്കൊണ്ട് എല്ലാം കൂടി പറ്റില്ല. ജോലിക്കാർ ദേഷ്യപ്പെട്ടതും അവർ പതിയെ എഴുന്നേറ്റു. ഇല്ലെങ്കിൽ അതിനും മരുമോളുടെ ദേഷ്യം കാണണം. വെറുതെ ഇരിക്കുന്ന നേരത്ത് അമ്മയ്ക്ക് അവരെ ഒന്ന് സഹായിച്ചൂടെ? ജോലി കൂടുതലാണെന്ന് പറഞ്ഞ് അവരെങ്ങാനും ഇറങ്ങിപ്പോയാൽ വേറെ ജോലിക്കാരെ കിട്ടാൻ പാടാണ്. മാത്രമല്ല, വെറുതെ ഇരുന്ന് തിന്നുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. തിന്നുന്നത് ദഹിക്കാനെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യണം. ഒരിക്കൽ ജോലിക്കാരിയുടെ വാക്ക് കേട്ട് മരുമകൾ പറഞ്ഞത് അവരോർത്തു. വീടും മുറ്റവും ഒക്കെ അടിച്ചു വാരി ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗേറ്റിന് പുറത്തൊരു ടാക്സിക്കാർ വന്നു നിൽക്കുന്നത് കണ്ടത്. അതിൽ നിന്നും ഇറങ്ങി വരുന്ന അരവിന്ദനെ കണ്ടപ്പോൾ അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു. സ്വന്തം ഭർത്താവാണ്. എന്നിട്ടും നേരിട്ട് കണ്ടിട്ടിപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞു. 1 വർഷം മുമ്പ് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാൻ പോയപ്പോൾ കണ്ടതാണ്. അന്നത്തെക്കാളും ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. ദിനേശ് പോയോ? ഹേമ എത്തിയിട്ടില്ല. അരവിന്ദേട്ട കയറിയിരിക്കൂ. വേണ്ട, താൻ പോയി വേഷം മാറി വാ. നമുക്കൊരിടം വരെ പോകണം. സത്യഭാമ അയാളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. വേഗം പോയിട്ട് വരൂ ഭാമേ, സമയമില്ല. സത്യഭാമ വേഗം അകത്തേക്ക് പോയി. വേഷം മാറി ജോലിക്കാരിയോട് പറഞ്ഞിട്ട് വന്നു. അരവിന്ദൻ അവർക്ക് ഡോറ് തുറന്നു കൊടുത്തു. 3/4 മണിക്കൂറോളം കഴിഞ്ഞാണ് യാത്ര നാട്ടിലേക്കാണെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലായത്. അതുവരെ ഒന്നും മിണ്ടാതിരുന്ന അരവിന്ദൻ്റെ മുഖത്തേക്ക് അവർ നോക്കി. ആരാ പോയത്? ഏട്ടന്മാരോ അതോ ഏട്ടത്തിമാരോ? കുറച്ചു നേരം അരവിന്ദൻ അവരെ നോക്കിയിരുന്നു. പിന്നെ പതിയെ പറഞ്ഞു, ദിവാകരൻ. അരവിന്ദൻ പ്രതീക്ഷിച്ച ഞെട്ടലോ കണ്ണുനീരോ ഒന്നും സത്യഭാമയിൽ അയാൾ കണ്ടില്ല. ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അവരെ കണ്ടതും അയാളുടെ നെഞ്ചു കീറി. ഓർമ്മകൾ വർഷങ്ങൾക്ക് പുറകിലേക്ക് പാഞ്ഞു. അരവിന്ദൻ 68കാരൻ വയസ്സിൽ നിന്ന് 27കാരൻ യുവാവിലേക്കും സത്യഭാമ 58കാരിയിൽ നിന്ന് 17കാരി സുന്ദരിയിലേക്കും എത്തി. നാട്ടിലെ പേരുകേട്ട തറവാട്ടിലെ ഏക പെൺതരിയായിരുന്നു സത്യഭാമ, അരവിന്ദൻ്റെ മുറപ്പെണ്ണ്. അവളും അവളുടെ സ്വത്തുക്കളുമായിരുന്നു അരവിന്ദൻ്റെ മനസ്സ് നിറയെ. പക്ഷെ എന്തിനും പോന്ന അവളുടെ ഏട്ടന്മാരുടെ മുൻപിൽ പോയി നിന്ന് അവളെ ചോദിക്കാനുള്ള ധൈര്യം അന്നയാൾക്കുണ്ടായിരുന്നില്ല. സത്യഭാമ തറവാട്ടിലെ കാര്യസ്ഥൻ്റെ മകൻ ദിവാകരനുമായി പ്രണയത്തിലായിരുന്നു. അതറിഞ്ഞ സത്യഭാമയുടെ ആങ്ങളമാർ അവളെ വീട്ടുതടങ്കലിലാക്കി. ദിവാകരനെ തല്ലിക്കൊല്ലാറാക്കി. എങ്കിലും പരസ്പരം മറക്കാനോ പിന്മാറാനോ സത്യഭാമയ്ക്കും ദിവാകരനും തയ്യാറായില്ല. അത് മനസ്സിലാക്കിയ അവളുടെ ഏട്ടന്മാർ എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയത് അരവിന്ദനെയായിരുന്നു. അരവിന്ദൻ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചു. വിവാഹം ഉറപ്പിച്ചു തറഞ്ഞ സത്യഭാമ അതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞ് അരവിന്ദൻ്റെ കാലു പിടിച്ചു കരഞ്ഞു. അയാൾ പിന്മാറില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ സത്യഭാമയും ദിവാകരനും ഒളിച്ചോടാൻ തീരുമാനിച്ചു. എന്നാൽ അവളുടെ ഏട്ടന്മാരും അരവിന്ദനും ചേർന്ന് അവരെ പാതി വഴിയിൽ വെച്ച് തന്നെ പിടിച്ചു. ദിവാകരനെ അരവിന്ദൻ്റെ ഗുണ്ടകൾ കൊണ്ടുപോയി. വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. മറ്റു വഴികളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ദിവാകരൻ്റെ ജീവനെങ്കിലും തിരികെ കിട്ടാനായി നിറകണ്ണുകളോടെ അവൾ അരവിന്ദൻ്റെ താലി ഏറ്റുവാങ്ങി. അന്നു മുതൽ ക്രൂരമായ പീഡനങ്ങളായിരുന്നു അവൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആദ്യ രാത്രി ക്രൂരമായ അയാൾ അവളെ ഉപദ്രവിച്ചു. പിന്നീടുള്ള രാത്രികളിലും അത് ആവർത്തിക്കപ്പെട്ടു. ആദ്യമൊക്കെ എതിർത്തിരുന്ന കരഞ്ഞിരുന്ന സത്യഭാമ ഒന്നും മിണ്ടാതെ എല്ലാം ഏറ്റുവാങ്ങാൻ തുടങ്ങി. അതിനിടയിൽ അവൾ 2 ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു. അരവിന്ദൻ്റെ സ്വഭാവം മനസ്സിലായ ഏട്ടന്മാർ അവളെ തിരിച്ച് തറവാട്ടിലേക്ക് വിളിച്ചെങ്കിലും
അവൾ പോകാൻ തയ്യാറായില്ല. മാത്രവുമല്ല, തന്നെ തേടി വരരുതെന്ന് അവരോട് കർശനമായി തന്നെ പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. മക്കൾ രണ്ടുപേരും വളർന്നു, ജോലിക്കാരായി, വിവാഹവും കഴിച്ചു. സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതോടൊപ്പം അവർ അച്ഛനെയും അമ്മയെയും പങ്കുവെച്ചു. മൂത്തവൻ അമ്മയെ കൊണ്ടുപോയി, ഇളയവൻ അച്ഛനെയും. രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ശരിയാകില്ലെന്ന്. അല്ലെങ്കിലും അച്ഛന് അമ്മയെ ഇഷ്ടമല്ലല്ലോ. രണ്ടാമത്തെ മകൻ പറഞ്ഞപ്പോൾ അയാൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും മിണ്ടാതെ മകൻ്റെ കൂടെ പോകുന്ന ഭാര്യ ആദ്യമായി അയാൾക്കൊരു നോവായി. പല രാത്രികളിലും അയാൾക്കുള്ള ആഹാരവും വിളമ്പിവെച്ച് അവൾ കാത്തിരിക്കുമ്പോൾ അതൊക്കെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് അവളെ മർദ്ദിച്ചിരുന്ന അയാൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ മകനും മരുമകളും ക്ലബ് പാർട്ടിയും കഴിഞ്ഞ് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. അച്ഛന് പുറത്തുപോയി കഴിച്ചൂടെ എന്നുള്ള മരുമകളുടെ ചോദ്യത്തിന് അതിനുള്ള പണം അയാളുടെ കയ്യിലുണ്ടോ എന്ന് പോലും മകൻ തിരക്കിയില്ല. ആ സമയം അയാൾക്ക് ഓർമ്മ വന്നത് ഭാര്യയുടെ കെട്ടുതാലി പോലും വിറ്റ് മദ്യപിച്ച് നടന്ന കാലമാണ്. കാറ് നിന്നപ്പോഴാണ് അയാൾ ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. പാടത്തിനക്കരെ കാറ് നിന്നു. അക്കരെ മൺചുമരുകൾക്ക് മേലെ ഓടുമേഞ്ഞ പഴമ മാറാത്ത കുഞ്ഞു വീടിൻ്റെ മുറ്റത്ത് നാട്ടുകാർ കൂടിയിരിക്കുന്നു. കാറിൽ നിന്നും ഇറങ്ങി അയാളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ സത്യഭാമ ആ കുഞ്ഞു വീട് ലക്ഷ്യമാക്കി നടന്നു. വീടിൻ്റെ മുറ്റത്ത് അവളുടെ ഏട്ടന്മാരും ഏട്ടത്തിമാരുമൊക്കെ ഉണ്ടായിരുന്നിട്ടും ആരെയും നോക്കാതെ അവൾ അകത്തേക്ക് കയറി. ചാണകം മെഴുകിയ തറയിലിട്ട വാഴയിലയിൽ ദിവാകരൻ കണ്ണുകൾ അടച്ച് കിടക്കുന്നു. ചുറ്റും കുറച്ച് അയൽക്കാർ മാത്രം. കണ്ണുനീരും ബഹളവും ഒന്നുമില്ല. കരയാനായി മാത്രം അയാൾക്ക് ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിന്റെ അല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തില്ല എന്ന വാക്ക് അവസാനം വരെയും അയാൾ കാത്തു സൂക്ഷിച്ചു. സത്യഭാമ ദിവാകരൻ്റെ അടുത്തേക്കിരുന്നു. മെല്ലെ ആ നെറ്റിയിൽ തലോടി. പിന്നെ കുനിഞ്ഞ് നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. ഞാൻ വന്നു മെല്ലെ പറഞ്ഞുകൊണ്ട് അവൾ ആ നെഞ്ചിൽ തല ചായ്ച്ച് കണ്ണുകൾ അടച്ചു. ചുറ്റുമുള്ളവരൊക്കെ പരസ്പരം നോക്കി. സെക്കൻഡുകൾ മാഞ്ഞുപോയി. മിനിറ്റുകളായി. മിനിറ്റുകൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു തുടങ്ങി. എന്നിട്ടും സത്യഭാമ ദിവാകരൻ്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റില്ല. ഒടുവിൽ അവളുടെ 2 ഏട്ടത്തിമാരും കൂടി അവളെ പിടിച്ചുയർത്തി. എന്നാൽ അടുത്ത നിമിഷം അവരുടെ നിലവിളി അവിടെ ഉയർന്നു. പുറത്തുനിന്ന് ഏട്ടന്മാർ വേഗം അകത്തേക്കോടി. അരവിന്ദന് മാത്രം അനങ്ങാൻ കഴിഞ്ഞില്ല. അവൾ, തൻ്റെ ഭാര്യ, അവൾ ജയിച്ചിരിക്കുന്നു. ദിവാകരനും അവരുടെ പ്രണയവും ജയിച്ചിരിക്കുന്നു. താൻ മാത്രം തോറ്റുപോയി. തോറ്റുപോയവൻ. അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.